ഹായ് ഓൾ, ഞങ്ങളെല്ലാവരും കൂടെ മണ്ണാറശാല പോകാൻ റെഡിയായി നിൽക്കുവാണേ. മണ്ണാറശാല നാഗരാജ ടെമ്പിൾ. അമ്മ കുറച്ച് ദിവസമായിട്ട് എന്തോ പാമ്പിനെ സ്വപ്നം കാണുന്നു, പാമ്പിനെ കാണുന്നു. അതുകൊണ്ട് എന്തോ മണ്ണാറശാല പോയാൽ നമുക്കതൊക്കെ മാറുമെന്നാണ് അമ്മയുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായി പോവുകയാണ്. 5 മണിക്ക് പോകണമെന്നായിരുന്നു പ്ലാൻ. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 5 മണിക്ക് ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച്. പക്ഷെ നടന്നില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 6 മണി കഴിഞ്ഞു. വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളുടെ വീട്ടിൽ കാറിടാൻ സ്ഥലവുമില്ല, ഞങ്ങൾക്ക് കാറുമില്ല. അങ്ങനെ ഫ്രണ്ടിൻ്റെ കാറും എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഒരു 7:30-8 മണിയാകുമ്പോഴത്തേനും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു 10:30-ക്ക് തിരിച്ച് വരണമായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലാണ് 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അല്ലെങ്കിലും പിള്ളേരും എല്ലാമൊക്കെ ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ചിന്നു ചേച്ചിയും അമ്മയും നല്ല ഉറക്കമായിരുന്നേ പോകുന്ന വഴിക്ക്. അച്ഛൻ കണ്ണും വീഴ്ച നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഋതു നല്ല ഉറങ്ങി. ദേവൂട്ടൻ ഉറങ്ങിയില്ല, അവൻ ഫ്രണ്ടിലേ ഇരിക്കും. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ണാറശാല എത്തിയിരുന്നു. പക്ഷെ മണ്ണാറശാല അല്ലായിരുന്നു, ഇത് ഹരിപ്പാട് ക്ഷേത്രമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മണ്ണാറശാല പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഹരിപ്പാട് അമ്പലവും കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയുമ്പോഴാണ് മണ്ണാറശാല വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ മരങ്ങളൊക്കെയുള്ള ഒരു റോഡായിരുന്നു. നല്ല തണുത്ത ഒരു പ്രദേശം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേനും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇവിടെ പാർക്ക് ചെയ്യും, അമ്പലത്തിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി ഗൈസ്. നോക്കിയപ്പോൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിറച്ച് സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ കാറിടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ട് കാറിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഋതു സാധാരണ എടുക്കെന്ന് പറയാറാണ്. പക്ഷെ എന്തോ ഇന്ന് അവൻ എടുക്കുന്നൊന്നും പറയാതെ അവൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് നടന്നൊക്കെ പോയി. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെരുപ്പ് കാറിൽ ഊരിയിട്ടു. എല്ലാവരും ചെരുപ്പ് ഇതും അവിടെ എല്ലാം ഊരിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കടക്കാൻ പോവാണ്. അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ അമ്പലത്തിന് പുറത്ത് വന്നതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. തൊഴുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പുറത്ത് വന്നപ്പം അവിടുത്തെ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയെ കാണാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ആ അമ്മൂമ്മയെ എപ്പോഴും ഒന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ അമ്മൂമ്മയെ കാണുന്നത് ഒരു നല്ല ഐശ്വര്യമാണ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ അമ്മൂമ്മയൊക്കെ കണ്ടിട്ടൊക്കെയാണ് പോയത്. ഈ കാട്ടിൻ്റെ നടുക്കൂടി നമുക്കിങ്ങനെ നടക്കണം. അതിൻ്റെ അകത്തും കുറച്ച് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രതിഷ്ഠകളെയൊക്കെ തൊഴുത് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പം അവിടെ ഒരു കുളമുണ്ട്. കുളത്തിനകത്ത് ആമയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആമയെ നോക്കിയതാണ്. പക്ഷേ ഞാൻ ആമയെ കണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ നേരം ആമയെ കണ്ടില്ല. അത് കഴിഞ്ഞ് കുറേ കുങ്കുമച്ചെപ്പും ഒക്കെ കണ്ട് ഞങ്ങൾ കുളത്തിൽ കാല് കഴുകാനായിട്ട് ഇറങ്ങുവാണ്. കാല് കഴുകാനായിട്ട് ഋതുവിനും ദേവൂട്ടനും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ 2 പേരെയും കൊണ്ട് കാല് കഴുകാൻ ഇറങ്ങി. കൈ കഴുകി കൊടുത്തപ്പോൾ അവർ കാലും കഴുകണം. അങ്ങനെ പിന്നെ കാലും കഴുകി, ഞാനും കൈയും കാലും ഒക്കെ കഴുകി ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് കയറി. വിഷ്ണുവാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്നത്. വിഷ്ണു കുളത്തിലൊന്നും ഇറങ്ങിയതൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താമെന്നും പറഞ്ഞ് നിന്നപ്പോൾ ചിന്നി ചേച്ചി ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യണേ. പക്ഷെ ഞാനത് വീഡിയോ ആണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മടങ്ങുവാണ്. അവിടെ ഉണ്ണിയപ്പവും പായസവും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പായസം മേടിച്ചില്ല, ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിക്കുകയാണ്. അപ്പം കടകളിലൊന്നും നമ്മൾ കയറിയില്ല. അവിടെ ഇഷ്ടംപോലെ സൈഡിൽ കടകളുണ്ടായിരുന്നു. കയറിയാൽ പിന്നെ ഉടനെ ഒന്നും ഇറങ്ങൽ നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കടകളിലൊന്നും കയറാൻ നിന്നില്ല. ഞങ്ങൾ ഇങ്ങ് തിരിച്ച് പോകുന്ന വഴിക്കിനി ഏതെങ്കിലും കടയിൽ കയറി ഫുഡ് കഴിക്കണം. ഋതു അപ്പി ഇടുവാന്ന് പറഞ്ഞു. സത്യത്തിൽ അവൻ അപ്പിയൊന്നും ഇട്ടില്ല ഗൈസ്. ഇവരെല്ലാവരും കൂടെ എൻ്റെ കൊച്ചിനെ കളിയാക്കിയതാണ്. പാവം എൻ്റെ കൊച്ചി. അവൻ ആ നിൽക്കുന്ന കണ്ടാൽ എല്ലാവർക്കും തോന്നും അവൻ അപ്പി ഇടുവാണ്. പക്ഷെ അവൻ അപ്പിയൊന്നും ഇട്ടില്ല. അപ്പി ഇടുവാണോ ഇല്ലേ? ലാസ്റ്റ് അവൻ പറയുന്നുണ്ട് ഞാൻ അപ്പിയിടുവല്ലാതെ.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശരവണ ലഘുഭക്ഷണശാല എന്ന് പറഞ്ഞൊരു കടയിലാണ് കയറിയത്. വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അവിടെ നിന്ന് ദോശയും സാമ്പാറും വടയും ചായയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഋതു ആ ഫുഡ് കഴിക്കാൻ കയറിയിരുന്ന സമയത്ത് അവന് ഗ്യാസ് കയറിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അവനങ്ങ് ഛർദ്ദിച്ചായിരുന്നു. പിന്നെ അവൻ്റെ ഉടുപ്പൊക്കെ ഞാൻ ഊരി കളഞ്ഞു. പിന്നെ ഉടുപ്പൊന്നും ഇട്ട് കൊടുത്തില്ല, ചൂടും ഇല്ല അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ടൊന്നും കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ്റെ മടിയിൽ പോയിരുന്ന്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയും ചിന്തിച്ച് നല്ല ഉറക്കമായി. ദേവൂട്ടനും ഋതുവും ഒന്നും ഉറങ്ങിയില്ല. പിന്നെ ഡ്രൈവറിന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. വിഷ്ണു ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. ഞാൻ നേരത്തെ പാടിയപ്പോൾ അവൻ അടിപൊളിയായിട്ട് തലാന്ന് പാടിയായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്. പക്ഷെ എന്നിട്ട് അവൻ ആ ഇൻട്രസ്റ്റ് ആദ്യം കാണിച്ച ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ കൊല്ലം പരിമണ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ എടുപ്പൂതിലേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ താങ്ക് യു ഓൾ.